അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനത്തിൽ നിന്നിറങ്ങി നേരെ കഅബയിൽ ചെന്ന് കഅബ ത്വാഫ് ചെയ്തു. എന്നിട്ട് കഅബ തുറപ്പിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു. എന്നിട്ട് ഖുറൈശികളെ അഭിമുഖീകരിച്ച് നിന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് ആരൊക്കെയാണെന്നറിയോ? തന്നെ കല്ലെറിഞ്ഞവർ, ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറിയ കുടൽമാല തൻ്റെ കഴുത്തിലണിഞ്ഞവർ, ഊരിയ വാളുമായി തൻ്റെ വീട് വളഞ്ഞ് തന്നെ കൊല്ലാൻ ശ്രമിച്ചവർ, തൻ്റെ പ്രിയ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവർ, അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കി നെഞ്ച് കീറിപ്പറിച്ച് കരൾ ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന സ്ത്രീ എല്ലാം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ഖുറൈശികളെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് തോന്നുന്നത്? അപ്പോൾ ഖുറൈശികൾ പറയാണ്, ഉദാരനായ സഹോദരനാണ് താങ്കൾ, ഉദാരനായ സഹോദരൻ്റെ പുത്രനാണ് താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്താണ് പൊതുമാപ്പ് പ്രഖ്യാപിക്കുക, അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കണം. മറ്റേതൊരു ഭരണാധികാരിയാണെങ്കിലും ചോരപ്പുഴകൾ ഒഴുകേണ്ട സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും കവാടമാണ് തുറന്നു കൊടുത്തിരുന്നത്. നിറഞ്ഞ മക്കാർ, ഈ പ്രതികരണം കണ്ട മക്കാർ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് കേട്ടോ മക്ക വിജയം എന്ന് പറയുന്നത്, ഫതഹ് മക്ക. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറൻ.